സിനിമയിൽ മാത്രമല്ല ടെലിവിഷൻ ലോകത്തും സാന്നിധ്യം അറിയിച്ച നടിയാണ് ദിവ്യ പിള്ള. മലയാളത്തിനു പുറമെ തെലുങ്കിലും സജീവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദിവ്യ പിള്ള. ഇപ്പോഴത്തെ തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള ദിവ്യ പിള്ളയുടെ വാക്കുകൾ ചർച്ചയായി മാറുകയാണ്. തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും ഡേറ്റിംഗിനെ കുറിച്ചുമൊക്കെയാണ് ദിവ്യ പിള്ള മനസ്സ് തുറന്നിരിക്കുന്നത്. തന്റെ പുതിയ തെലുങ്ക് സിനിമയായ തണ്ടേലിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഒരു തെലുങ്ക് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ദിവ്യ പിള്ള മനസ്സ് തുറന്നത്. ഇറാഖി വംശജനായ ഒരു ബ്രിട്ടീഷ് പൗരനുമായി 12 വർഷമായി റിലേഷൻഷിപ്പിൽ ആയിരുന്നുവെന്ന് ദിവ്യ പിള്ള വെളിപ്പെടുത്തി. മൂകാംബികയിൽ വെച്ച് ഞങ്ങൾ വിവാഹിതരായി. എന്റെ മാതാപിതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നിർഭാഗ്യവശാൽ ഞങ്ങൾക്ക് പിരിയേണ്ടി വന്നു. ക്ഷേത്രത്തിൽ വച്ചു നടന്ന ചടങ്ങ് ഞങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും 2 രാജ്യങ്ങളിലെ പൗരന്മാരായതിനാൽ ചില നിയമപ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയാക്കിയെടുക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ പിരിഞ്ഞു. ഞാൻ ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അദ്ദേഹം ജീവിതത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നതും തമ്മിൽ ഒത്തുപോകാൻ പറ്റില്ലെന്ന് മനസ്സിലായപ്പോൾ പിരിയുകയായിരുന്നു. നിയമപരമായി രജിസ്റ്റർ ചെയ്യാതിരുന്നതിനാൽ വിവാഹമോചനത്തിന്റെ നൂലാമാലകൾ ഉണ്ടായിരുന്നില്ല. നിങ്ങൾ വിവാഹിതയാണോ എന്ന ചോദ്യത്തിന് അതുകൊണ്ട് തന്നെ എന്തുത്തരം നൽകണമെന്ന് എനിക്ക് ആശയക്കുഴപ്പമാണ്. ചുരുക്കത്തിൽ ഞാൻ ദീർഘകാലമായി ഒരു ബന്ധത്തിലായിരുന്നു. അത് അവസാനിച്ചു. അതേസമയം താൻ ഡേറ്റിംഗിലാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സ്വകാര്യമാക്കി വെക്കാൻ ആഗ്രഹിക്കുന്നതായും താരം പറഞ്ഞു. അക്കാര്യം ലോകത്തോട് പങ്കുവയ്ക്കാൻ ഞാൻ മാനസികമായി ഒരുങ്ങുന്നതുവരെ രഹസ്യമാക്കി വെക്കാനാണ് എന്റെ തീരുമാനം. ഡേറ്റിംഗ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സമയമാകുമ്പോൾ ഉറപ്പായും പറയും. അല്ലാതെ ഡേറ്റിംഗ് ചെയ്യുന്നില്ലെന്ന് കള്ളം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആരാണ് ആ വ്യക്തിയെന്ന് ഇപ്പോൾ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ദിവ്യ പിള്ള വ്യക്തമാക്കി. നടിയുടെ വാക്കുകൾ വൈറലായതോടെ ഈ വ്യക്തി ആരെന്ന് കണ്ടെത്താനുള്ള വ്യഗ്രതയിലാണ് പ്രേക്ഷകർ. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ആ വ്യക്തി വിജയ് യേശുദാസ് ആണെന്നും മുൻപ് ഇവരുടെ ചിത്രങ്ങളെല്ലാം തന്നെ വൈറലായിരുന്നുവെന്നും ചില പ്രേക്ഷകർ പറയുന്നു. അടുത്തിടെയായി എല്ലാ ഫംഗ്ഷനിലും നടി ദിവ്യ പിള്ളയ്ക്കൊപ്പം വിജയ് യേശുദാസ് എത്തിയിരുന്നു. കുറച്ചു നാളുകൾക്ക് മുൻപ് നടന്ന ഗോവിന്ദ് പത്മസൂര്യ ഗോപിക അനിൽ വിവാഹത്തിലും ദിവ്യ പിള്ളയുടെ കൈപിടിച്ചാണ് വിജയ് യേശുദാസ് എത്തിയിരുന്നത്. പിന്നാലെ ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവലിലും വിജയ് പങ്കെടുത്തത് ദിവ്യ പിള്ളയ്ക്കൊപ്പമായിരുന്നു. നിരവധി സെലിബ്രിറ്റികൾ റാം വാക്ക് ചെയ്ത ഒരു ഫാഷൻ ഫെസ്റ്റിവലിലായിരുന്നു ഇക്കോ വോഗ് ദി ഫാഷൻ ഫെസ്റ്റിവൽ. കറുത്ത ബാഗി പാന്റും ബനിയനും വെളുത്ത ഷർട്ടുമായിരുന്നു വിജയുടെ വേഷം. ഗൗണായിരുന്നു ദിവ്യ പിള്ളയുടെ വേഷം. റാമ്പിലേക്ക് കയറും മുൻപ് ബാക്ക് സ്റ്റേജിലൂടെ ഇരുവരും കൈകോർത്ത് പിടിച്ച് നടന്നു നീങ്ങുന്ന വീഡിയോയാണ് പ്രണയഗാനങ്ങളുടെ അകമ്പടിയോടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നത്. അതോടെ ഇതുവരെയും ചേർത്ത് വെച്ചുള്ള ആരാധകരുടെ സംശയങ്ങൾ തന്നെ അന്നേ വർദ്ധിച്ചിരുന്നു. നിരവധി പേരാണ് ഇതേക്കുറിച്ച് കമന്റുകളിലൂടെ ചോദിച്ചിരുന്നത്. ഇപ്പോൾ ദിവ്യ പിള്ളയുടെ വാക്കുകൾ കൂടി വൈറലായതോടെ പലരും ഇത് ഉറപ്പിക്കുകയാണ്. കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ഭാര്യ ദർശനയുമായി വേർപിരിഞ്ഞതിനെക്കുറിച്ചും വിജയ് സംസാരിച്ചിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ താളപ്പിഴകൾ ഉണ്ടായിരുന്നുവെന്നും അതാണ് പിരിയാൻ കാരണമെന്നും വിജയ് പറഞ്ഞിരുന്നു. എങ്കിലും നല്ല സൗഹൃദമാണ് ദർശനയുമായി ഇപ്പോഴുള്ളത് എന്നും വിജയ് വ്യക്തമാക്കിയിരുന്നു. ഏകദേശം 5 വർഷത്തെ പ്രണയത്തിന് ശേഷം 2007 ഇരുവരുടെയും വിവാഹം. 2 കുട്ടികളും ഇവർക്കുണ്ട്.